നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് കോട്ടയം കുറുവിലങ്ങാട് കണ്ണംകുളം എന്ന് പറയുന്ന 10-75 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാടിന് മുമ്പിലാണ്. ഇന്ന് നമ്മോട് കൂടിയുള്ളത് ബ്രിട്ടനിലെ UK മലയാളികളുടെ കൂട്ടായ്മയായ അസോസിയേഷൻ്റെ യുക്മയുടെ പ്രസിഡൻ്റായ ശ്രീ എബി സെബാസ്റ്റ്യനാണ്. അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുണ്ടാക്കിയ വീട് റെസ്റ്റോർ ചെയ്യണം എന്നുള്ളത്. ആ ഒരു റെസ്റ്റോറേഷൻ്റെ പിക്ചറാണ് ഇന്ന് നമ്മൾ കണ്ടുകൊടുക്കുന്നത്, നമ്മളെ മുന്നിൽ റിയലിസ്റ്റിക് ആയി വന്നിരിക്കുന്നത്. അതായത് എബിയോടൊക്കെ സംസാരിക്കാം. കാരണം വീടിനെ കുറിച്ചും സംസ്കാരത്തിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വ്യത്യസ്തമായ വീക്ഷണമുള്ള ആളാണ്. കാരണം വള്ളംകളി എന്ന് പറയുന്ന കേരളത്തിൻ്റെ തനതായ ഒരു ഉത്സവത്തെ UK കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിച്ച വള്ളംകളി നടത്തിയ ഒരു മലയാളി കൂടിയാണ് നമ്മുടെ എബി സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കുന്നത്. ഈ വീടിനെ കുറിച്ച് ഇത് ഇപ്പം ഞാൻ കണ്ടു ഇതിൽ 1199 അല്ലേ? 1199 മലയാള വർഷം. 2000 ആ മലയാള വർഷത്തിൽ എബി സെബാസ്റ്റ്യൻ അത് റെസ്റ്റോർ ചെയ്തു. അതിനു മുമ്പ് ഉള്ള ഡേറ്റും കൂടി അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡേറ്റ് എത്രയായിരുന്നു? 1124. 1124. 1200 ആയുള്ളൂ. 2000 അല്ല. 1200 ആയി. 1124 പണിത വീടാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ പണിത വീടാണ്. അപ്പോൾ അത് പൊളിച്ചു കളയണോ അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കണോ അതല്ലെങ്കിൽ ഇതിനെ റെസ്റ്റോർ ചെയ്യണോ എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വീടിനകത്ത് തന്നെ ഞങ്ങൾ ആളുകൾ എല്ലാവരും തമ്മിലൊരു ചർച്ചയുണ്ടായി. അപ്പോൾ അതിൽ റെസ്റ്റോർ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു എല്ലാവരും തന്നെ. എത്ര നാളെടുക്കും? അപ്പോൾ റെസ്റ്റോറേഷൻ പ്രോസസ്സിനെ പറ്റി ബന്ധുക്കളും അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച ആളുകളൊക്കെ നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. കാരണം റെസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്, പഴയ വീടുകൾ റെസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യം അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. പിന്നെ അതിന് ഭയങ്കരമായ രീതിയിൽ സമയമെടുക്കും, സാമ്പത്തികം. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ ഇതൊക്കെയെല്ലാം ഉപരിയായിട്ട് പലപ്പോഴും വീട് റെസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നതിന് റിസൾട്ട് വരുമ്പോൾ അതിനൊരു ഇതുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പല ആളുകളുടെ അഭിപ്രായം വന്നത്. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ജയേട്ടനുമായിട്ടുള്ളൊരു സൗഹൃദം കൊണ്ട് അപ്പം ജയേട്ടനൊന്ന് വന്ന് കാണണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു, ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ജയേട്ടൻ വന്ന് കണ്ടപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, ഒരു അസാധാരണമായ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു വീടിൻ്റെ റെസ്റ്റോറേഷൻ നടക്കുകയുള്ളൂ. കാരണം നമ്മൾ വീട് റെസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പല പണികളും നടക്കില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. ആ ടൈം കൺസ്യൂം ചെയ്യുന്നതിനെ നിങ്ങൾക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഏകദേശം 2 വർഷത്തോളം അധികം ഒരു 2.25 വർഷത്തോളം എടുത്തു ഇതിന്റെ പൂർണ്ണമായ പണി തീരുന്നതിന് വേണ്ടിയിട്ട്. ജയേട്ടൻ വന്ന് കണ്ടതിന് ശേഷം തീരുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മളൊക്കെ ആഗ്രഹിച്ചതിലും മനോഹരമായ രീതിയിൽ ഇത് എൻ്റെ പണി തീർന്നു. അപ്പോൾ ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്റേഴ്സ്, അവരുടെ മക്കളെ ഒക്കെ, അല്ലെങ്കിൽ എൻ്റെ പപ്പയുടെ സഹോദരിമാരുടെ മക്കള്, അതുപോലെ പപ്പയുടെ സഹോദരൻ്റെ അവരുടെ ഫാമിലിയും. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകൾക്കും, നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വളരെ സന്തോഷമാകുന്ന തരത്തിലാണ് ഇത് പൂർത്തീകരിക്കപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. കാരണം ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ഇത് പര്യവസാനിച്ചു എന്നുള്ളതാണ്, മാറി കിട്ടി. അപ്പം അതിനൊരു ആ വീടിനെ പഴയ ഒരു രീതിയിൽ റെസ്റ്റോർ ചെയ്ത്, എന്നാൽ അതിന് പുതിയ അന്നത്തെ വീടിന് കുറച്ച് ഹൈറ്റ് കുറവായിരുന്നെങ്കിലും നമ്മൾ അതിന്റെ ഹൈറ്റ് എല്ലാം റെസ്റ്റോർ ചെയ്തപ്പോൾ കുറച്ചുകൂടെ കൂട്ടി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു റെസ്റ്റോറേഷൻ പ്ലസ് ഒരു 25% റിനോവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഹൈറ്റ് കൂട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് വന്നപ്പോൾ അതിന് കൂടുതൽ സൗകര്യങ്ങൾ പുതിയ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കിട്ടി. ഈ വീടിൻ്റെ എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 2 സൺഷെയ്ഡുകൾ, ഈ ഭാഗത്തും 2 സൺഷെയ്ഡ്, ആ ഭാഗത്തും 2 സൺഷെയ്ഡ്. ആ സൺഷെയ്ഡുകളാണ് വീടിൻ്റെ ജനലിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ 1 മീറ്ററോളം ചാട്ടം കൊടുത്തിട്ട് നമ്മൾ ട്രസ് വർക്ക് ചെയ്തിട്ട് അതും ട്രഡീഷണൽ സ്റ്റൈലിലാണ്. അതിൻ്റെ കഴുക്കോലിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് വീഡിയോ കാണാം. വളരെ വൃത്തിയായിട്ട് ആ ഒരു കഴുക്കോലൊക്കെ പഴയ മരത്തിൽ തന്നെ ചെയ്ത പോലെ ആ കഴുക്കോലുകളൊക്കെ മെറ്റലിൽ ചെയ്തെടുത്ത് ഫെറോ സിമെൻറ്റിൻ്റെ തൂവാരപ്പലയൊക്കെ വെച്ച്, അല്ല വുഡിൻ്റെ തൂവാരപ്പലയൊക്കെ വെച്ച്
നമ്മളത് വളരെയധികം ഭംഗിയാക്കി എടുത്തു. അപ്പോൾ ഒരു പഴയ വീടിനെ നമ്മൾ റെസ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എലമെൻറ്റുകൾ നഷ്ടപ്പെടുത്താതെ അതിന് അതേ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എബി സവാസിൻ്റെ കണ്ണംകുളത്തെ ഈ പുരാതന തറവാട്. ഇത് ഈ വീടിൻ്റെ ഒരു ഔട്ട് ഹൗസാണ്. അതുകൂടാതെ 2 കാർ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ആദ്യമുള്ളതാണോ? ഇത് മുൻപ് നമുക്ക് ഇവിടെ ഒരു തൊഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതായത് നമ്മുടെയൊക്കെ ഈ ഭാഗത്ത് കിഴക്ക് ദർശനമായിട്ടിരിക്കുന്ന വീടിന്റെ തെക്കുവശത്ത് തൊഴുത്ത് വെക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ തൊഴുത്ത് കാലപ്പഴക്കത്തിൽ പോകാറായ സമയത്താണ് നമ്മൾ അതിനെ പൊളിച്ചൊരു ഔട്ട് ഹൗസ് ആക്കി മാറ്റിയത്. അപ്പൊ ആ ഔട്ട് ഹൗസും ഒരു കാർ ഇടാനായിട്ടുള്ളൊരു ഷെഡൂടെയാണ് അന്ന് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ജയേട്ടൻ്റെ പുതിയൊരു ഡിസൈൻ നമ്മൾ വീടുമായിട്ട് വന്നപ്പോൾ അത് മാച്ച് ചെയ്യത്തക്ക തരത്തിലാണ് ഇതിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എടുത്തത്. അപ്പോൾ നമ്മൾ ഈ മുറ്റം കുറച്ചുകൂടെ കൂട്ടിയപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ ഇതിനെ നമ്മൾ ഈ രീതിയിലാക്കി എടുത്തു. അതുപോലെ ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് അപ്സ്റ്റേഴ്സ് ഇല്ലാത്ത വീടാണ്. ഇതിൻ്റെ മുകളിലേക്ക് അപ്സ്റ്റേഴ്സും ഇല്ല. ആ പഴയ ട്രഡീഷണൽ അളവുകളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് കുറച്ച് ഹൈറ്റ് മാത്രം കൂട്ടി. എന്നാൽ ഒരു നിലയുള്ള ഈ കോമ്പൗണ്ടിലെ ഈ വീടുകൾ ഈ ഒരു 5 ഏക്കർ കിടക്കുന്ന ഭൂവിസ്തൃതിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യഭംഗി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു അപ്സ്റ്റെയർ ഇല്ലാത്ത ഒരു നില വീടിൻ്റെ പ്രത്യേകത മെയിൻറ്റെയിൻ ചെയ്യാനും മുകളിലേക്ക് കയറി കാലും കൈയും കോണി കയറി കുഴയാതിരിക്കാനും ഏറ്റവും നല്ലത് വീട്ടുകാരൊക്കെ തമ്മിലൊരു ബന്ധം കിട്ടാനും ഈ പറയുന്ന ഗ്രൗണ്ട് ഫ്ലോറുകൾ മാത്രമുള്ള ബംഗ്ലാവ് ടൈപ്പ് അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈലുള്ള ഇത്തരം വീടുകളുടെ ഉപയോഗം വളരെ കംഫർട്ടാണെന്നുള്ളതാണ് ഇത്തരം വീടുകളിൽ ജീവിച്ച ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് ഈ വീടിൻ്റെ വരാതെയാണ്. ഈ വരാതയിൽ കംപ്ലീറ്റ് മരങ്ങൾ റീസൈക്കിൾ ചെയ്തു. ഇത് പഴയ 2 പില്ലർ സംഘടിപ്പിച്ചാണ്. ഇതെല്ലാം പഴയ മരങ്ങൾ റീസൈക്കിൾ ചെയ്തിട്ട് നമ്മൾ സീലിംഗ് അടിച്ചാണ്. അതുപോലെ ഈ ഡോർ പോലും പഴയ മരങ്ങൾ തന്നെ ഉപയോഗിച്ചത്. അതിൽ ബ്രാസിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഈ ഒരു സീറ്റിംഗ് സിസ്റ്റം, ഇതൊരു സീറ്റിംഗ് സിസ്റ്റം മാത്രമല്ല അത് പുതിയ ഉണ്ടാക്കിയാണ്. ഇതിലൊക്കെ നിറയെ ഫ്ലവറൊക്കെ ഒത്തിവെച്ച് അതിൻ്റെ ഡോറൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഷൂറാക്കാണത്. അപ്പോൾ ഈ ഷൂറാക്ക് വളരെ കൃത്യമായൊരു ഷൂറാക്കാ തോന്നാത്ത രീതിയിൽ ഒരു പുരാതന ബെഞ്ച് പോലെ നമുക്ക് ഇതിലിരിക്കാനും ഇവിടെ സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബെഞ്ചിൻ്റെ ഡിസൈൻ ഉള്ളത്. അപ്പം ഈ ബെഞ്ചിനെ ഒരു ബെഞ്ചാക്കി മാറ്റാതെ ഒരു യൂട്ടിലിറ്റി പർപ്പസും കൂടി ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പഴയ ജനലുകളൊക്കെ വളരെ ക്യൂട്ടാണ്. ഇതിലൊക്കെ ഗ്ലാസ്സുകൾ അളവ് കുറച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് കൊടുത്ത് ചൂടിനകത്തേക്ക് എത്തിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ട്രഡീഷണൽ രീതി മാറണ്ട എന്ന് എബിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നമ്മൾ സാധാരണ എൻ്റെ പ്രൊജക്റ്റ് കാണുന്ന പോലുള്ള കളർ ഗ്ലാസ്സുകളോ കൂടുതൽ ഡെക്കറേഷൻ വർക്കുകളോ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിന് കാരണം എബിക്ക് കൃത്യമായ നിർദ്ദേശം, എബിൻ്റെ കൃത്യമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഒരു വീട് ചെയ്യുമ്പോൾ എപ്പോഴും ആ വീട്ടുകാരൻ്റെ ഇഷ്ടത്തിന് ചെയ്യണം എന്നാണ് എൻ്റെ പോളിസി. അപ്പം അത് കാരണം നമ്മൾ ഇതിൽ ആധുനികമായുള്ള ഡിസൈൻ പാറ്റേണുകളൊക്കെ ഒന്നും കയറ്റാതെ കൃത്യമായിട്ട് പഴയ ജാലകങ്ങളും പഴയ ഡോറുകളൊക്കെ അതേ രീതിയിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ വരാന്തയിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ നമ്മളൊരു ഫോയറിലാണ്. ഇത് പഴയ വീടുകളുടെ ഒരു ഫോയറാണ്. കാരണം ഫോയർ എന്ന് പറയാൻ കാരണം ഒരുപാട് ബെഡ്റൂമിലേക്ക് പോകുന്ന ഡോറുകളാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡോറുകൾ ഫിക്സ് ചെയ്ത ഈ ഫോയറിലാണ് എബിയുടെ ആൾട്ടറായത് ഒരു പ്രാർത്ഥനാ സ്പേസ് ഇവിടെയാണ് നിശ്ചയിച്ചത്. ഇത് നമ്മളൊരു പഴയ മരത്തിൽ എബീൻ്റെ തന്നെ ഡിസൈനാണ്. എബിക്ക് ഇഷ്ടമുള്ള മാതിരി എബീൻ്റെ ഇൻറ്റീരിയർ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായി. കാരണം എബിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ അത്ര ഇഷ്ടങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ളതാണ്. ആ ക്ലോക്ക് എബീൻ്റെ ആ ഡയൽ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് മരത്തിലൂടെ ചെയ്തത് അല്ലേ? അതെ. മരത്തിൽ അത് ആ ക്ലോക്ക് നമ്മൾ ശരിക്കും ഒരു ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് വാങ്ങി വെക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ആലോചിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് വാങ്ങി വെച്ചാലുള്ള ഒരു അതിന്റെ ഹൈറ്റും ഇതൊന്നും ഈ വീടിന് മാച്ച് ആകാത്ത തരത്തിൽ ഡിസൈൻസ് ഒന്നും അത്ര ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ടാണ് ഇത് ചേട്ടനോട് ചോദിച്ചത് നമ്മുടെ ബിഗ് ബെന്റെ മോഡലിൽ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഡയലൊക്കെ ഡയൽ നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ. അപ്പൊ അത് അത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ല ഡയല്. ഇത് ആ കാർപ്പൻറ്റർക്ക് നമ്മൾ ബിഗ് ബെന്റെ ഒരു ഇത് കാണിച്ചു കൊടുത്തു. ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രായോഗികമായിട്ട് എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വെച്ചാൽ അവരതുപോലെ തന്നെ അതിനെ ഭംഗിയായ രീതിയിൽ ചെയ്തു തന്നു. അതേപോലെ ഈ പ്രയർ സ്പേസും നല്ല പ്രയർ സ്പേസ് നമ്മുടെ ഒരു രൂപക്കൂടെ നല്ല ഭംഗിയുണ്ട് അല്ലേ? ശരിക്കും ഒരു വൃത്തിയുള്ള സാധനം. ഇതെല്ലാം എബീൻ്റെ താല്പര്യങ്ങളാണ്, എബീൻ്റെ ഇഷ്ടങ്ങളാണ്. കാരണം ഒരു വീട് ചെയ്യുമ്പോൾ പലപ്പോഴും വീട്ടുകാർക്കുള്ള ഐഡിയാസും കൂടി നമ്മളെ ഡിസൈനിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ വീട് മനോഹരമായി മാറും. അവിടെ താമസിക്കുന്ന ആളുകൾക്കും ആ വീട് ഇഷ്ടപ്പെടാൻ തുടങ്ങും. മറ്റ് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് മാർക്കറ്റ് കിട്ടുന്ന ഒരു രൂപക്കൂടോ ഒരു പ്രാർത്ഥനാ സ്പേസ് വാങ്ങി വെച്ചാൽ അതെല്ലാ വീട്ടിലുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനാ സ്പേസ് ഈ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഡിസൈൻ്റെ പ്രത്യേകത. കാരണം അതെപ്പോഴും ഔട്ടാകും നിൽക്കും. ഇനി ഇത് നോക്കിയിട്ട് ആൾക്കാർ വേറെ കോപ്പി അടിക്കും.
അതായിക്കോട്ടെ. ഇത് ശരിക്കും നമ്മളൊരു ആന്റിക് ഡിസൈൻ ഇതുപോലെ കണ്ടത് ഒരു രൂപം കൂടെ. അത് പക്ഷെ വീട്ടിലെ ഏതെങ്കിലും വീട്ടിലെ ആണെന്ന് എനിക്കറിയില്ല. ചെറിയ ചാപ്പലിലൊക്കെ ഉള്ള ഡിസൈൻ ആവാം. അപ്പൊ അങ്ങനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് തോന്നിയ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഈ ഇതിലുള്ള ബെഡ്റൂംസിലേക്കുള്ള ഡോറുകൾ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കയറുന്നത് ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ കുറച്ച് വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു എക്സിസ്റ്റിംഗ് സ്ലാബ് ഏരിയ ആയിരുന്നു, മറ്റേത് വുഡിൻ്റെ ഏരിയ വുഡ് ചെയ്ത്. പക്ഷേ ഈ ഏരിയ ആദ്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ സിമിട്രി കീപ്പ് ചെയ്യാൻ വേണ്ടി അതേമാതിരത്തെ ഏരിയ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തു. അത് നമ്മൾ വുഡ് തന്നെയാക്കി, കംപ്ലീറ്റ് ട്രഡീഷണൽ വുഡ് തന്നെയാക്കി. ഇവിടെ പണ്ടുണ്ടായിരുന്ന ആദ്യകാലത്തെ റിനോവേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്ലാബുകളാണ്. നമ്മൾ റെസ്റ്റോറേഷനിൽ അല്ലെങ്കിൽ റിനോവേഷനിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബിൽഡിങ്ങിന് ക്രാക്ക് വരുന്ന ഇതിൽ നിലവിലുള്ള സ്ലാബുകൾ മൊത്തം പൊളിച്ച് കളയേണ്ട കാര്യമില്ല. അതിനെ എടുത്ത് ഭംഗിയായിട്ട് പൂപ്പാക്കമായിട്ട് ഡിസൈൻ ചെയ്തപ്പോൾ ഇതും ഒരു ട്രഡീഷണൽ പണ്ടേ ഉള്ളതായി തോന്നും. ഈ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷൻ കറക്റ്റായിട്ട് നമ്മൾ പുതിയതുണ്ടാക്കിയ മാതിരി തോന്നും. കേട്ടോ, ഈ പഴയ മരങ്ങളൊക്കെ സംഘടിച്ച് വാർണിഷ് ചെയ്തപ്പോൾ ഇത് ഈ ബിൽഡിങ്ങിനെക്കാട്ടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുതിയ ബിൽഡിങ്ങായി മാറുന്നത്. കാരണം പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു എലമെൻറ്റ് ഇവിടെ കാണില്ല. അങ്ങനെയുള്ള റണ്ണറുകൾ, പിന്നെ ഈ പിന്നെ മരങ്ങൾ ഒക്കെ തന്നെ അങ്ങനെ യൂസ് ചെയ്തിരിക്കാൻ. ഇതിനിടയിൽ നമ്മൾ ഒരു ഈ വലിയൊരു വിശാലമായിട്ടുള്ള ടൈൽ ഏരിയയ്ക്ക് പകരം ടൈൽ ബ്രേക്ക് ചെയ്തിട്ടിരിക്കുക. ഈ ഡൈനിങ് ഏരിയയിൽ ഇങ്ങനെ ഒരു സ്പേസും ആ ഒരു ഫാമിലി ലിവിങ് സ്പേസിൽ നമ്മൾ ചെറിയൊരു വേറൊരു പാറ്റേണിലും ടൈല് ലേയിട്ടുണ്ട്. ഇത് ഈ ചിത്രങ്ങളെക്കുറിച്ച് എബി പറഞ്ഞത് ഇത് ശരിക്കും ടേപ്പസ്ട്രി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ അത് ശരിക്കും ഇതെന്താന്ന് വെച്ചാല് ഇതിന് പറയുന്നത് ടേപ്പസ്ട്രി എന്നാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ റഗ് എന്നുള്ളതാണ് ഈ പരവതാനി എന്നുള്ള ഇതില് അങ്ങനെ കണ്ടിരുന്നത്. അപ്പൊ ഈ റഗ് എവിടെയാണ് കിട്ടുന്നത്, ലാസ്റ്റ് സപ്പറിന്റെ റഗ് എവിടെയാണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പല സ്ഥലത്തും അന്വേഷിക്കും. അത് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇതൊരു വിസ്കോസ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലും ഒരു നല്ല ശതമാനം അതുപോലെ കോട്ടണും സിൽക്കൂടെ ചേർന്ന് ബെൽജിയൻ ടേപ്പസ്ട്രി ആണ്. ശരിക്കും ഇത് ഫ്രെയിം ചെയ്യാതെ ഇടുന്നതാണ് അതിന്റെ ഒരു ഭംഗി. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥയ്ക്ക് അതില് മാറാല പിടിക്കും, പൊടി പിടിക്കും, അതുപോലെ എന്തെങ്കിലും ഈ ചെറിയ മണ്ണ് കൊണ്ടുള്ള വേട്ടാവളിയം പോലെയുള്ള സാധനങ്ങൾ വന്ന് കൂടുകൂട്ടും. അതിനൊക്കെയുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് ഫ്രെയിം ചെയ്തത്. അപ്പം ഈ ടേപ്പസ്ട്രികൾ ഈ സൈസിലുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ലാർജ് സൈസിലുള്ളതാണ്. ഒരു മീഡിയം സൈസിലുള്ള നമ്മുടെ എല്ലാ മുറികളിലും തന്നെ ഓരോ ടേപ്പസ്ട്രി പിയാത്തയായിട്ടും ഹോളി ഫാമിലി ആയിട്ടും അവർ ലേഡി ഓഫ് പെർപ്പച്വൽ ഹെൽത്ത് നിത്യസഹായ മാതാവ് അങ്ങനെ എല്ലാ മുറികളിലും തന്നെ നമ്മൾ ഈ ടേപ്പസ്ട്രിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ വെക്കുന്ന ഒരു വാൾ എന്നുള്ളതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഇത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഗ്രേറ്റ് ഗ്രാൻഡ് മദറുമാണ് ഏറ്റവും മുകളിലുള്ള ആളുകള്. അപ്പൊ അത് മാണി ഒതുക്കുന്നും മറിയം വർക്കിന്നുമാണ് അവരുടെ പേര്. ഇതെന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആണ്, ജോസഫ് മാണിയും ത്രേസ്യാമ്മ ജോസഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ബന്ധം പോകാതിരിക്കാനായിട്ട് ഗ്രാൻഡ് മദർ മുത്തോലോരത്തുള്ള പുത്തൻപുരയിൽ എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. അപ്പൊ ആ പേരും ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോഴും നമ്മൾ ഇത് ഗ്രാൻഡ് ഫാദറിന്റെ സിസ്റ്റേഴ്സ് ആണ്. അവരെ വിവാഹം അയച്ചിരിക്കുന്ന അവരുടെ അഡ്രസ്സും അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി തറവാടിന്റെ പേര് ആ ഒരു സ്ഥലവും ഇവിടെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഫാമിലി എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷെ ഇത് വാളിപ്പം പൂർത്തീകരിച്ചിട്ടുള്ളതല്ല. ഇനിയിപ്പോ എന്റെ ഫാദറിന്റെ പപ്പയുടെയും മമ്മിയുടെയും അതുപോലെ മറ്റേ പപ്പയുടെ സിസ്റ്റേഴ്സിന്റെ ബ്രദറിന്റെ ഒക്കെ ആ ഒരു ഇത് വരും. അതിനുശേഷമുള്ള ജനറേഷന്റെ പിക്ചേഴ്സും ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പൊ അത് ഇവിടെ ഇതിൽ വരാനുണ്ട്. അത് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്, കാർപ്പൻട്രി വർക്ക് കഴിഞ്ഞ് അതിലേക്ക് കൊണ്ടുവന്നിട്ടില്ലാത്തതുള്ളത് കൊണ്ടാണ് അത് വെക്കാത്തത്. ഇത് പുതിയതാണോ പഴയതാണോ? അല്ല, ഈ വീട്ടിലെ ഫർണിച്ചേഴ്സും മറ്റ് ഇതൊക്കെ നമ്മൾ പഴയത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാർപ്പ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പൊ അത് വാർപ്പ് നന്നാക്കാൻ കൊടുത്തപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഇതിന് എന്തെങ്കിലും കളർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് കളർ ചെയ്യാൻ ഒരു ഗോൾഡൻ കളറിൽ കൊണ്ടുവന്നു. ഇത് സത്യത്തിൽ ഒരു അയൺ ഒക്കെ ഉള്ള ആ ഒരു കളറിലാണ്. ഇത് പക്ഷെ ഓട് എന്നുള്ളതാണ്. ഉരുളി അല്ല, ഇത് വാർപ്പ്. ഇത് നമ്മൾ പണ്ട് നെല്ല് പുഴുങ്ങുന്നതിനും കപ്പ വാട്ടുന്നതിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ നിന്ന് 110 രൂപയ്ക്ക് വാങ്ങിക്കൊടുത്ത ഒരു ഇതാണെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ തടി കൊണ്ടുള്ള ഒരു ഒരള്. അപ്പൊ ഇത് പക്ഷേ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇത് ആർക്കും വേണ്ടാതെ ഇവിടുത്തെ സ്റ്റോർ റൂമിൽ കിടക്കുകയും മുറ്റത്തെടുത്തിട്ടും ഒക്കെ ചെയ്തിട്ടും പോകാതിരുന്ന ഒരു ഇതായിരുന്നു. ഒന്നും ആയിട്ടില്ല. അത്രയും പഴക്കമുള്ള തടിയാണ്. എന്ത് തടിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല വെയിറ്റ് ആണ്. നമുക്ക് ഭയങ്കര നല്ല അത്യാവശ്യം നല്ല
എടുത്താൽ മാത്രമേ അതിനൊരു അനക്കം പോലും തട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മളതിന് കാർപ്പന്റർ അതിന് പുറത്തോടെ ഒരു ഇതൊക്കെ കൊടുത്തു, പുറത്തൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് ഭംഗിയാക്കിയതാ. പണ്ടൊരു സാധാരണ ഒറ്റ തടി പോലെ തന്നെ ഒരു വലിയ തടി, മേ ബി പ്ലാവൊക്കെ ആവാം ചിലപ്പോ. അപ്പൊ അത്ര ഒരു തടിയായിരുന്നു. അതുപോലെ ഇതാണെങ്കിലും ബെഞ്ചാണെങ്കിലും ഇതൊക്കെ എന്റെ ഓർമ്മയിലുള്ളതാണ്. ഒരു 50 വർഷത്തോളം പഴക്കം ഇതിന് കാണുമായിരിക്കും, 50 കൂടുതൽ വർഷം പഴക്കം കാണുമായിരിക്കും. അപ്പൊ ആ കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. നമ്മൾ ഫർണിച്ചേഴ്സ് ഒക്കെ പരമാവധി നമ്മൾ പഴയ ഫർണിച്ചറുകൾ തന്നെയാണ് എല്ലാം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അതിനൊരു യുണീക്നെസ് ഉണ്ട്. നമ്മുടെ ഈ പുതിയ സോഫകളോ അല്ലെങ്കിൽ ആളിരുന്നാൽ കുഴിഞ്ഞ് താഴോട്ട് പോയിട്ട് പിന്നെ ഒരാൾ പിടിച്ച് എണീപ്പിക്കുന്ന സോഫകളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ എൽ ഷേപ്പിൽ ഒന്നായൊരു ഷോപ്പ് ഉണ്ടാക്കിയിട്ടു. അപ്പൊ അതിൽ നിന്നൊക്കെ എത്രയോ മനോഹരമാണ് ഇത്തരം സോഫകൾ. ശരിക്കും ഈ വീടിനെ ഭംഗിയാക്കുന്നത് ഇവിടെയുള്ള ഫർണിച്ചർ ഒറിജിനലിനെ കൊണ്ടാണ്. അതാണ് ഇതിന്റെ ഭംഗി. ശരിക്കും എബി അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഇത്തരം കുറേ ഫർണിച്ചർ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ അത് പോളിഷ് ചെയ്ത് നമ്മൾ ഇടുകയാണെങ്കിൽ അത് ചെറിയ മെയിൻറ്റെയിൻസ് ചെയ്ത് ചെറിയ റിപ്പയർ ഒക്കെ ചെയ്തിടുമ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ലുക്ക് മറ്റ് നമ്മൾ പുതിയ ഫർണിച്ചറുകൾ കിട്ടില്ല. അതാണ് കാര്യം. ഇപ്പൊ നമ്മൾ വീട്ടില് നമ്മൾ പുതുതായിട്ട് ശരിക്കും ഒരു ഫർണിച്ചർ പോലും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഈ വീട്ടിലേക്ക് പുതുതായിട്ട് ഒരു ഫർണിച്ചർ പോലും വാങ്ങിച്ചിട്ടില്ല. ഈ വാർപ്പ് പോലെ തന്നെ നമുക്കൊരു ചെമ്പോടെയുണ്ട്. അത് മമ്മിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചു കൊടുത്തതാണ്. അപ്പൊ ഞങ്ങള് ഈ കർഷകരായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇത്തരം കൃഷികളാണെന്നും പണ്ട് ഇവിടെ എന്റെയൊക്കെ ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ കണ്ടം കൊയ്ത് നെല്ല് കൊണ്ടുവരിക, നെല്ല് പുഴുങ്ങി ഉണങ്ങുക, അതുപോലെ കപ്പ ഞങ്ങൾ വാട്ടി ഉണങ്ങുക, അതുപോലെ മഞ്ഞള് ഒക്കെ കൃഷി ചെയ്തതിനു ശേഷം ഇത് ചെയ്യും. അപ്പൊ അധികം മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ആയിരിക്കും വാട്ടുന്നത്. ഈ ചെറുതുണ്ടെങ്കിൽ വാട്ടുന്ന ഇതാണ് ചെമ്പ് പാത്രം. ഈ താഴെ ഇരിക്കുന്ന ചെമ്പ് പാത്രം കുറച്ചൊക്കെ തന്നെ പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചെമ്പുകളാണ്. അതൊക്കെ പഴയ ഇവിടെ ഇരുന്ന ഇതാണ്. ആ ചെമ്പ് പാത്രമൊക്കെ മഞ്ഞൾ വാട്ടാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പുഴുങ്ങാനും വാട്ടാനും ഒക്കെ ഈ ചെറിയ ഇതിലാണ് ഉപയോഗിക്കുക. അതുപോലെ ഇത് നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ പുതിയ എക്സ്റ്റൻഷൻ സ്ലാബായിരുന്നു. ഇതിനിടയിൽ ഇന്നോവേഷനായിട്ടുള്ള സ്ലാബുണ്ട്. ആ സ്ലാബിൽ നമ്മൾ പൂപ്പാക്ക് ഫെറോസമിലുള്ള പൂപ്പാക്കുകൾ സെറ്റ് ചെയ്തു. അതിൽ നിറയെ ആ മരത്തിൻ്റെ ഒരു ടിൻഡ് രീതിയിൽ കോട്ടും കൊടുത്തപ്പം ഇതൊരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പൊളിച്ച് മാറ്റപ്പെടേണ്ട ഏരിയ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ഡാമേജ് വീടുണ്ടാക്കാതുള്ള ഒരു റെസ്റ്റോറേഷൻ കൺസെപ്റ്റാണ്. നമ്മൾ അടുത്ത റൂം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണ്. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. കിച്ചണിൽ ഇത് പണ്ടേ ഉള്ളല്ലേ? അത് പണ്ടേ ഉള്ളതാണ്. അതങ്ങനെ തന്നെ നമ്മൾ ടൈലൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി. അത് നമ്മളെ എന്റെ ഒക്കെ ഓർമ്മയിൽ ഗ്രാൻഡ് മദർ ഒക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധാരണ അടുപ്പുള്ള സ്ഥലമാണ്. നമ്മുടെ പുകയടുപ്പുള്ള ഇതാണ് ആ സ്പേസ്. ഈ ഭാഗത്താണ് പിന്നെ ഇങ്ങനെ ഒരു സ്ലാബ് ചെയ്തു, അതിനോട് ഗ്രാനൈറ്റ് വെച്ചു. ഇവിടെ ഒരു സ്ലാബും ഗ്രാനൈറ്റും വെച്ചു. ഇപ്പൊ കിച്ചൺ പഴയ കിച്ചൺ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തു അല്ലെ? പഴയ കിച്ചൺ അങ്ങനെ തന്നെ, പഴയ കിച്ചണെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മീൽ സേഫ് എന്ന് പറയുന്ന ഇതാണ്. ഈ ഹൈറ്റേ ഉള്ളൂ. ഈ ഒരു പാർട്ട് നമ്മുടെ കാർപ്പന്റർ കുറച്ചുകൂടെ ഭംഗി വരട്ടെ എന്ന് കരുതി കുറച്ചുകൂടി ഒരു സാധനങ്ങൾ വെക്കുന്നതിനും ഒക്കെ ആയിട്ട് പഴയ പണ്ടത്തെ ഫ്രിഡ്ജ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു കിച്ചൺ വാർഡ്രോബ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇതാണ് ആ കാലഘട്ടത്തിൽ ഈ ഹൈറ്റ് ഉള്ള. അത് ഇവിടങ്ങളിലുള്ള എല്ലാ വീടുകളിലും തന്നെ ഉള്ള ഒരു ഇതാണ്. പഴയ വീടുകളിലൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ട് താഴേക്കുള്ള ആ ഒരു ഭാഗത്തുള്ളതാണ് മീൽ സേഫ്. അതിലൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഇത് അതിന്റെ കൂടുതൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ഒന്നാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് ഐലൻഡ് കിച്ചൺ ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും തന്നെ ഗ്രാൻഡ് മദറിന്റെ അരിപ്പെട്ടിയാണ്. അരിപ്പെട്ടിയില് നമ്മൾ ഐലൻഡ് കിച്ചൺ ആക്കി. അപ്പൊ അതിനെ പോളിഷ് ചെയ്തെടുത്തപ്പോ ഇത്രയും മനോഹരമാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇത് സ്റ്റോർ റൂമിൽ കിടന്ന ഒന്നാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിലെ കൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം. ഈ കിച്ചണിൽ എന്തെങ്കിലും വെച്ച് അരിയുന്നതിനുള്ള ഇതായിട്ട് ഉപയോഗിക്കാം. ഐലൻഡ് കിച്ചൺ ആക്കാം. നമ്മൾ ഇതിനെ വേണമെങ്കിൽ ആ സൈഡിലേക്ക് എടുത്തിടാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട്. ഇത് നമ്മൾ പായൊക്കെ വെക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തട്ടാണ് ഇത്. അപ്പൊ ഇതില് നമ്മളൊരു ഇത് ചെയ്തെന്ന് പറഞ്ഞതനുസരിച്ച് ചങ്ങലയൊക്കെ ഇട്ട് ഇത് ചെയ്തു. ഇനി ഇതില് കൊളുത്തൊക്കെ വന്ന് ഇതില് പാത്രങ്ങളൊക്കെ തൂക്കിയിടാന്നുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് നമ്മള് ഡൈനിങ് ടേബിളിൽ കണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ടേപ്പസ്ട്രി ആണ്. അപ്പൊ ഇത് ആ ടേപ്പസ്ട്രി ശരിക്കും നമ്മുടെ യേശുക്രിസ്തുവിന്റെ ജനനത്തില് 3 രാജാക്കന്മാർ വന്നു എന്നുള്ള ആ ഒരു ചിത്രമാണ് അത്. ശരിക്കും ഇത് നമ്മുടെ ഒരു ചെറിയ ബെഡ്റൂമാണ്. അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ആ ഒരു ടേപ്പസ്ട്രിയുടെ ഒരു ഇത് ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വിശാലമായൊരു ബെഡ്റൂമാണ്. അപ്പോൾ അതിൽ നമ്മൾ മാതാവിൻ്റെ ഒരു ടേപ്പസ്ട്രി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഇതിന് നമ്മുടെ
ടോയ്ലറ്റ്സ്. ഇത് ഈ വീട്ടിലെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത പറയാൽ ഒരു കോറിഡോർ പാറ്റേണിലൂടെ ഈ ഡോറ് മുതൽ ആ ഡോറ് വരെ ഫുള്ളൊരു കോറിഡോർ ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ മറ്റ് ഇപ്പോഴത്തെ പല വീടുകളിലും കാണാത്ത പ്രത്യേകത. ഓരോ ഡോറുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ഓരോ റൂമുകൾ പ്രൈവസി ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വാളുകൾ കൊണ്ടല്ല ഇതിൻ്റെ പ്രൈവസി. പക്ഷേ ഈ ക്രോസ് വെന്റിലേഷൻ ഇപ്പം നമുക്ക് ബെഡ്റൂം ഉപയോഗിക്കാത്ത സമയത്ത് ഇതൊരു വലിയ ഹാള് പോലെ അല്ലെങ്കിൽ വലിയൊരു വൈഡായിട്ടുള്ളൊരു കോറിഡോർ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുള്ളത് ഈ ഇത്തരം വീടുകൾക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ആദ്യം ഉണ്ടായിരുന്നൊരു എക്സ്റ്റൻഡഡ് കോൺക്രീറ്റ് സ്ലാബ്സ് ആയിരുന്നു. അത് പൊളിക്കാതെ ആ സ്ലാബിൽ നമ്മൾ ഫെറോസിമെന്റ് വർക്ക് ചെയ്ത് ഒരു പൂപ്പാക്ക് അടിച്ചു. അതുപോലെ ഇതിൽ 4 ഇവിടെ ഉണ്ടായിരുന്ന പഴയ കട്ടിലുകൾ ഒന്നും തന്നെ എബി കളയാതെ അത് കംപ്ലീറ്റ് പോളിഷ് ചെയ്ത് മനോഹരമായിട്ടൊരു 5 ആൾക്ക് സുഖമായി കിടക്കാവുന്ന രീതിയിൽ 4-5 ആൾക്ക് സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിലുള്ള ഒരു വിശാലമായ ബെഡ്റൂം ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ടീപ്പോയാണത്. എനിക്ക് ഇതിൽ ഈ ചിത്രം അതിനെയാണല്ലോ അല്ലേ? ഇത് നമ്മുടെ ടേപ്പസ്ട്രി എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഫ്രെയിം ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിയാത്താടെ ചിത്രമാണ്. അത് ഫ്രെയിം ചെയ്താണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. ഇത് അല്ലാതെ തന്നെ നമുക്ക് ഭിത്തിയിൽ ഹാങ് ചെയ്തിടാവുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ്. ഇത് ഈ ബെഡ്റൂമിന് അനുബന്ധമായിട്ട് നല്ല ടോയ്ലറ്റ് യൂണിറ്റും ഒരു വാക്കിംഗ് വാർഡ്രോപ്പ് ഏരിയ എല്ലാം അവിടെ ഉണ്ട്. വളരെ വിശാലമായിട്ടൊരു ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കംപ്ലീറ്റ് ആൻറ്റിക് സ്റ്റൈലിലുള്ള ടൈലുകളും പെയിൻറ്റിങ്ങും ഒക്കെ തന്നെ ആ ഒരു കോൺസെപ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ പറയുന്ന കോൺക്രീറ്റ് സ്ലാബ് ചെയ്ത റൂമിൽ പോലും കിട്ടുന്നുള്ളതാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത. നമ്മുടെ ഈ വീട്ടിലെ തട്ടുമ്പുറത്തേക്ക് കയറുന്നതിനുള്ള ഒരു വഴിയാണ്. തട്ടുമ്പുറത്തിന്റെ മോള് നമ്മൾ വിശാലമായ ഒരൊറ്റ ഇതായിട്ട് ഒരു ഫ്ലോർ ആയിട്ട് തന്നെ ഉപയോഗിക്കത്തക്ക തരത്തിൽ നമുക്ക് വേണമെങ്കിൽ നാളെ വല്ല ലൈബ്രറി പോലെയൊക്കെയുള്ള പർപ്പസിന് ഉപയോഗിക്കത്തക്ക തരത്തിൽ വളരെ വിശാലമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തട്ടുമ്പുറത്തിന്റെ മുകളിൽ. ഇന്ന് നമ്മളിവിടെ ഇവിടെ ഇരിക്കുന്നത് എബീൻ്റെ അമ്മയാണ്. എബീൻ്റെ അമ്മേനെ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണ്. അപ്പോൾ അമ്മ അന്ന് വരുമ്പോൾ ഈ വീട് എത്ര വലിപ്പമുണ്ടായിരുന്നു? ഏകദേശം ഇത്രയും തന്നെ വലിപ്പമുണ്ട്. ഈ മുൻവശത്തെ തിണ്ണയും ഒരു ഡൈനിങ് ടേബിളിന്റെ ആ ഒരു മുറി മാത്രം ഇല്ലായിരുന്നു. അത് മാത്രമേ നമ്മൾ പുതിയതായിട്ട് ആലോചിക്കണം. 80-75 വർഷം മുമ്പ് ഈ വീട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും സൗകര്യപ്രദമായ വീടായിരുന്നു നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അത്രയും നല്ല വീടുകളൊക്കെ നമ്മൾ പൊളിച്ചു കളയുന്നതാണല്ലോ സാധാരണ. മമ്മിക്ക് ഇപ്പൊ ഈ വീട് ഭയങ്കര ഇഷ്ടമായല്ലോ അല്ലേ? നല്ല ഇഷ്ടമായി. ഇപ്പൊ നല്ല ഇഷ്ടമായി. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പഴയ ആളുകൾക്ക് അവർ കയറി വന്ന വീട്, അവരെ കുട്ടികൾ വളർന്ന സ്ഥലം, അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. അപ്പോൾ പല ഫാമിലിയും സംഭവിക്കുക കുട്ടികൾ കുറച്ച് പൈസ കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ അല്ലെങ്കിൽ മുത്തച്ഛന്മാർ ഉണ്ടാക്കിയ വീട് ഇടിച്ച് നിരത്തി അവിടെ ഒരു കോൺക്രീറ്റ് കാട് ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലാണ് എബീൻ്റെ അമ്മയും ഇത്തരത്തിലുള്ളൊരു വീട് സംരക്ഷിക്കാനും ആ വീട് പുനർസൃഷ്ടിക്കാനും അതിനെ സസ്റ്റൈനബിളായി നിർത്താനും വേണ്ടി ശ്രമിക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പുതിയ പ്രചോദനമാണ്. കാരണം എന്താ വെച്ചാൽ ഇത്തരം വീടുകൾ പൊളിക്കാതെ റിനോവേറ്റ് ചെയ്യാനും സസ്റ്റൈൻ ചെയ്യാനും അടുത്ത തലമുറയ്ക്കുള്ള ശേഷിപ്പിലാക്കി നിർത്താനും ശ്രമിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഈ ഒരു കൺസ്ട്രക്ഷനിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, താങ്ക് യു, നമസ്കാരം.